ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സൂസ് കിച്ചൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ചെയ്യുന്നത് ഒരു സ്നാക്ക് ഐറ്റമാണ് കേട്ടോ. വളരെ ഈസിയാണ് ഈ സ്നാക്സ് ഉണ്ടാക്കിയെടുക്കാൻ, അതുപോലെ തന്നെ ടേസ്റ്റിയുമാണ് കേട്ടോ. ഇതിനകത്ത് ഞാൻ രണ്ട് രീതിയിലുള്ള ഫില്ലിംഗ് ആണ് ഇവിടെ കാണിക്കുന്നത്. ഒരെണ്ണം ചിക്കൻ ഫില്ലിങ്ങും അതുപോലെ തന്നെ ചീസാണ് മറ്റൊരു ഫില്ലിംഗ് ആയിട്ട് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ വളരെ ഈസി ആയിട്ടുള്ള ഈ സ്നാക്ക് ഐറ്റം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അതിൻ്റെ റെസിപ്പിയിലേക്ക് കടക്കുന്നതിന് മുന്നായിട്ട് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുകയും വേണം കേട്ടോ, സബ്സ്ക്രൈബ് ചെയ്തിട്ട്. ഓക്കെ, നമുക്കപ്പോൾ എങ്ങനെയാണ് ഇതിൻ്റെ റെസിപ്പി ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പം നമുക്ക് സ്നാക്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 1.5 കപ്പ്, അതായത് 300 ഗ്രാം കേട്ടോ, 300 ഗ്രാം ഓൾ പർപ്പസ് ഫ്ലോർ എടുത്തിട്ടുണ്ട്. അതായത് മൈദപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ ഗോതമ്പ് പൊടി വെച്ചിട്ടും ചെയ്യാം കേട്ടോ. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിപ്പോൾ ഞാൻ ഒഴിച്ചിട്ടുള്ളത് സൺഫ്ലവർ ഓയിലാണ് കേട്ടോ. ഇനി നമ്മൾ ഒഴിച്ച എണ്ണയും ഈ ഉപ്പും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ച് കൊടുക്കട്ടെ. ഞാനിപ്പോൾ ഇത് ഒരു 1/4 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. അപ്പോൾ എത്ര വേണം എന്നുള്ളത് നമുക്ക് നോക്കിയിട്ട് കണക്കാക്കാം കേട്ടോ, കറക്റ്റ് എത്രയാണെന്നുള്ളത്. അപ്പോൾ നമുക്ക് കുറേശ്ശെ ഒഴിച്ച് കുഴച്ചെടുക്കാം. അപ്പോൾ ഞാനിവിടെ നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് എനിക്ക് കറക്റ്റ് 1/2 കപ്പ് വെള്ളമാണ് ആവശ്യമായിട്ട് വന്നത്. ഇനി നമുക്കിതിൻ്റെ മുകളിലേക്ക് ഒരല്പം എണ്ണ തടവി വെക്കാം. കാരണം ഇതിങ്ങനെ ഒന്ന് കട്ടിയാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നമുക്കൊരു 10 മിനിറ്റ് നേരം ഇതൊന്ന് മാറ്റി വെക്കാം. ആ സമയം കൊണ്ട് ഇതിലേക്കുള്ളൊരു ഫില്ലിങ് നമുക്ക് റെഡിയാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഇതൊന്ന് ഇനി അടച്ച് വെക്കുകയാണ് കേട്ടോ ഞാൻ. അപ്പോൾ ഇതിന് വേണ്ട മസാല നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാം കേട്ടോ. കുറച്ച് ഐറ്റംസ് മാത്രം മതി. ഒരു ചെറിയൊരു സവോള ഞാൻ അവിടെ ചെറുതായിട്ട് നുറുക്കി വെച്ചിട്ടുണ്ട്. ഒരു മീഡിയം ടൈപ്പ് സവോളയാണെങ്കിൽ പകുതി എടുത്താൽ മതി. അതുപോലെ ഒരു മീഡിയം തക്കാളിയുടെ ഒരു പകുതി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 2 വലിയ വെളുത്തുള്ളി ആയിരുന്നു കേട്ടോ, അതിൻ്റെ 2 പോഡ് എടുത്തിട്ട് അത് ചെറുതായി നുറുക്കി വെച്ചിട്ടുണ്ട്. ഒരു 2 പച്ചമുളക്, ചെറിയ ഇഞ്ചി ചെറുതായി നുറുക്കിയത് കേട്ടോ. പിന്നെ ഒരു 100 ഗ്രാം ചിക്കൻ എടുത്തിട്ടുണ്ട്. അതൊന്ന് ഞാൻ മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ പെപ്പർ പൗഡറും കൂടി ഇട്ട് ഉപ്പും കൂടി ചേർത്തിട്ട് വേവിച്ച് വെച്ചിട്ടുള്ളതാണ്. അത് വളരെ കുറച്ച് മതി, 100 ഗ്രാമേ എടുത്തിട്ടുള്ളൂ. കാരണം നമ്മൾ ഈ സ്നാക്സിലേക്ക് ഒരുപാട് മസാലയുടെ അതിൻ്റെ ഉള്ളിൽ വെക്കുന്ന ഫില്ലിങ് അധികം ആവശ്യമില്ല. അത് കാരണം കൊണ്ടാണ് കേട്ടോ. ഇതൊക്കെ ഒന്ന് ഇനി വഴറ്റിയെടുക്കണം. ഞാനപ്പോൾ ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച സവോളയില്ലേ, അതൊന്ന് ഇട്ട് കൊടുക്കാം. ഇതൊരു ചെറിയ സവോളയാണ് കേട്ടോ. നമ്മൾ ഇട്ട് കൊടുത്ത ഉള്ളിയൊക്കെ ഒന്ന് ട്രാൻസ്പാരൻ്റായി വരുന്ന സമയത്ത് നമ്മൾ അരിഞ്ഞു വെച്ച വെളുത്തുള്ളി, പച്ചമുളക്, ഇഞ്ചി അതെല്ലാം കൂടി ഇതിൻ്റെ കൂടെ ഇട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ. നമ്മൾ ഇട്ട് കൊടുത്ത വെളുത്തുള്ളി, ഇഞ്ചിയും എല്ലാം ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇത്ര മതിയാവും. ഈ സമയത്ത് നമ്മൾ അരിഞ്ഞു വെച്ച തക്കാളി ഉണ്ടല്ലോ, ഇതൊരു പകുതി തക്കാളിയാണ് കേട്ടോ ഉള്ളത്. അത് ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. നമ്മൾ തക്കാളി ഇട്ട് ഒരു 2 മിനിറ്റ് വഴറ്റിയതിന് ശേഷം അതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, ഈ 3 പൊടികളും കൂടെ ചേർത്ത് ഇതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ആ ഇട്ട് കൊടുത്ത മസാലപ്പൊടികളൊക്കെ ഇതിലൊന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഈ മസാലയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. ഓൾറെഡി നമ്മൾ ചിക്കൻ ഒരല്പം ഉപ്പ് ഇട്ടിട്ടാണ് വേവിച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ മസാലയിലേക്ക് വേണ്ട ഉപ്പ് മാത്രം ഇട്ട് കൊടുത്താൽ മതി. ഇപ്പം നമ്മൾ തക്കാളി ഒരു വിധം വാടി വന്നിട്ടുണ്ടെന്നേ ഉള്ളൂ, അല്ലാണ്ട് ഒരു പേസ്റ്റ് പോലെ ആയിട്ടില്ല കേട്ടോ. ഈ ഒരു പാകം മതിയാവും. ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ചിക്കൻ ഉണ്ടല്ലോ, ഒരു 100 ഗ്രാം ഉണ്ട് കേട്ടോ ഈ ചിക്കൻ. ഇതൊന്ന് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പം ഞാനിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് തീ വളരെ കുറവിലേക്ക് വെച്ചതിന് ശേഷം ഒരല്പം നേരം മൂടി വെക്കാം കേട്ടോ. ഈ തക്കാളിയിൽ നിന്ന് ഇറങ്ങുന്ന വെള്ളത്തിൻ്റെ അംശം മതിയാവും ഇതൊന്ന് ജസ്റ്റ് ഒന്ന് വെന്ത് കിട്ടാനായിട്ട്. ഓക്കെ, അപ്പോൾ ഇതൊന്ന് നമുക്ക് മൂടി വയ്ക്കാം. ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിതൊന്ന് ഓപ്പൺ ചെയ്യാണ്. ഇപ്പം നമ്മളുടെ ആ ചിക്കനും മസാലയും എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്ര മതി. ഒരു 2 മിനിറ്റും കൂടി ഓപ്പൺ ചെയ്ത് വെച്ച് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇതിലുള്ള ഈ വെള്ളത്തിൻ്റെ ഒരു അംശം ഒന്ന് വറ്റിക്കിട്ടും കേട്ടോ. അപ്പോൾ നമ്മൾ വേറെ വെള്ളമൊന്നും ഇതിലേക്ക് ഒഴിക്കേണ്ടത് വേവിക്കാൻ വയ്ക്കുമ്പോൾ, കാരണം തക്കാളിയിൽ നിന്നുള്ള വെള്ളം അതിൽ ഇറങ്ങി വരും.
ഇതാ അപ്പം നമ്മളൊരു 2 മിനിറ്റും കൂടി ഇളക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഇതിലുള്ള വെള്ളത്തിൻ്റെ അംശമൊക്കെ വറ്റിയിട്ടുണ്ട്. അതിന് ശേഷം ലാസ്റ്റായിട്ട് നമുക്കിതിലൊരല്പം മല്ലിയില അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. അതും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതാ ഇപ്പം നമ്മളുടെ സ്നാക്സിലേക്കുള്ള ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിപ്പം തീ ഓഫ് ചെയ്യാണ്. ഇനി നമുക്ക് സ്നാക്സ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതാ അപ്പം നമ്മൾ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നമുക്ക് ചപ്പാത്തിക്ക് പരത്തുന്ന ഉരുട്ടിയെടുക്കില്ലേ, നമ്മൾ അതുപോലെ ആക്കിയെടുക്കാം. ആ ഒരു വലുപ്പത്തിലുള്ള ബോൾസാക്കി മാറ്റാം കേട്ടോ. ഓക്കെ, ഇങ്ങനൊരു ബോൾസ് ആക്കാം. ഇതാ അതുകൊണ്ട് നമ്മൾ ഇപ്പോൾ 4 ബോൾസാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ അതിൽ നിന്ന് ഒരു ബോൾ എടുക്കുക. എന്നിട്ട് ഇതാ ഇങ്ങനെ ഒന്ന് ഡസ്റ്റ് ചെയ്യാം. ഇത് മൈദാമാവ് തന്നെയാണ് കേട്ടോ. അതിലൊന്ന് ഡസ്റ്റ് ചെയ്തതിന് ശേഷം ഇനി നമ്മൾ ചപ്പാത്തിക്കൊക്കെ പരത്തുന്ന പോലെ ഒന്ന് നന്നായിട്ട് പരത്തിയെടുക്കുക. നല്ല തിന്നായി തന്നെ പരത്തിയെടുക്കുക കേട്ടോ. ഇതാ അപ്പം നമ്മൾ നല്ല തിന്നായിട്ട് ഇവിടെ പരത്തിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിൻ്റെ ഷേപ്പ് ഒന്ന് ശരിയാക്കാൻ വേണ്ടിയിട്ട് ഒന്ന് കത്തി വെച്ച് നമുക്കിതിൻ്റെ 4 സൈഡും ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇപ്പം നമുക്കൊരു സ്ക്വയർ പീസായിട്ട് കിട്ടിയിട്ടുണ്ടല്ലേ. ഇതിൻ്റെ സെൻറ്ററിൽ കൂടെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ വീണ്ടും ഒന്ന് കട്ട് ചെയ്യാം. അപ്പം നമുക്ക് കറക്റ്റ് 4 സ്ലൈസ് കിട്ടിയിട്ടോ. ഇതാ കണ്ട ഇങ്ങനെ. ഇനി ഇതിലേക്ക് നമുക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമ്മൾ നേരത്തെ ചിക്കൻ്റെ ഫില്ലിങ് ഉണ്ടാക്കിയില്ലേ, അത് ഇതിൻ്റെ സെൻറ്ററിലേക്ക് ഒന്ന് വെച്ച് കൊടുക്കാം. ഇങ്ങനെ സൈഡിലേക്കൊന്നും പോവണ്ട കേട്ടോ, സെൻറ്ററിൽ മാത്രമായിട്ട് വെച്ച് കൊടുക്കാം. അല്ലെങ്കിൽ നമ്മളത് ഫ്രൈ ചെയ്യുമ്പോൾ പൊട്ടിപ്പോവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് കേട്ടോ സെൻറ്ററിൽ മാത്രം വെക്കുന്നത്. അതിൻ്റെ മുകളിലേക്ക് ഒരല്പം മൊസറല്ല ചീസ് ഇട്ട് കൊടുക്കാം. ഇത് ഓപ്ഷണലാണ് കേട്ടോ. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ചെയ്താൽ മതി, ഇല്ലെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാം. ചിക്കൻ മാത്രം വെച്ച് കൊടുത്താൽ മതി. അതിന് ശേഷം നമ്മൾ നേരത്തെ ഈ ഷീറ്റ് ഉണ്ടല്ലോ, അതിൻ്റെ പെയറായിട്ടുള്ള ഷീറ്റ്, അത് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് നമ്മൾ കൈ വെച്ചൊന്ന് ഇവിടെ പ്രസ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതിനൊരു കറക്റ്റ് ഒരു ഡിസൈൻ കൊടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഫോർക്ക് വെച്ച് പതുക്കെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അതങ്ങനെ ചെയ്യാൻ നിർബന്ധമൊന്നുമില്ല, ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യുന്നതേ ഉള്ളൂ. എന്നിട്ട് ഇത് മാറ്റി വയ്ക്കാം. ഇനി ഇപ്പം നമ്മൾ ചിക്കൻ വെച്ചിട്ടുള്ള ഫില്ലിംഗ് ആണ് ചെയ്തത്. ഇനി നമ്മൾ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട്, നമ്മൾ വീട്ടിൽ ഗസ്റ്റൊക്കെ വന്നാൽ പെട്ടെന്ന് ഇപ്പം നമുക്ക് ചിക്കൻ്റെ ഫില്ലിംഗ് ഒന്നും ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇപ്പോൾ ഈ ഫില്ലിംഗ് ഞാൻ കാണിക്കുന്നത് കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഒരല്പം ടൊമാറ്റോ സോസ് എടുക്കുക. അതിൻ്റെ സെൻറ്ററിൽ ഒന്ന് വെച്ച് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് അല്പം ചീസ് ഇട്ട് കൊടുക്കാം. ഇതാ ഒരല്പം ചീസ് അതിൻ്റെ സെൻറ്ററിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് വേറെ ഫില്ലിങ്ങിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇങ്ങനെ ചെയ്യുമ്പോൾ തന്നെ ഇതിന് നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ ഇതാ ഇങ്ങനെ വെച്ച് കൊടുക്കാം. ഇനി നിങ്ങളുടെ കയ്യിൽ ഒറിഗാനോ ഉണ്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിലേക്ക് ഒരല്പം ഒറിഗാനോ കൂടി ഇട്ട് കൊടുക്കാം. ഇതാ ഒരല്പം ഒറിഗാനോ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഒരു പിസ്സയുടെ ടേസ്റ്റ് വരും നമുക്കിത് കഴിക്കുമ്പോൾ. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഈസി ആയിട്ട് നമുക്ക് ഇങ്ങനെയും ഇതിൻ്റെ ഫില്ലിങ് ശരിയാക്കി എടുക്കാം. അത് നേരത്തെ ചെയ്ത പോലെ തന്നെ ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഫോർക്ക് വെച്ചൊന്ന് അരികൊന്ന് ഡിസൈൻ കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ ഇതിൽ ഏത് ഫില്ലിംഗ് ആണോ നിങ്ങൾക്ക് ഈസി ആയിട്ട് തോന്നുന്നത് അത് എടുക്കാം. പെട്ടെന്നൊക്കെ ചെയ്തെടുക്കാനായിട്ട് നമുക്കിപ്പോൾ ഇതുപോലെ ചെയ്യുന്നതായിരിക്കും നല്ലത് കേട്ടോ. ചീസും അതുപോലെ ടൊമാറ്റോ സോസും വെച്ചിട്ട്. അതെല്ലാം നമുക്ക് സമയമുണ്ടെന്ന് വെച്ചാൽ ഇതുപോലെ ഫില്ലിംഗ്, ചിക്കൻ്റെ ഫില്ലിങ്ങോ അല്ലെങ്കിൽ പൊട്ടാറ്റോ എന്തെങ്കിലും വെച്ചിട്ട് ഫില്ലിംഗ് റെഡിയാക്കി എടുക്കാം കേട്ടോ. അപ്പം ഞാൻ ഇതുപോലെ എല്ലാം ഒന്ന് ചെയ്തെടുക്കട്ടെ. ഞാനപ്പോൾ അതെല്ലാം അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് വേണ്ടി നമുക്ക് 2 മുട്ട വേണം. അത് ഞാൻ മിക്സിയുടെ ജാറിൽ പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട് 2 എണ്ണം. അതിലേക്ക് ഒരു പിഞ്ച് ഉപ്പിട്ട് കൊടുക്കാം. എന്നിട്ട് ഒന്ന് മിക്സിയിൽ നമുക്കൊന്ന് കറക്കിയെടുക്കാം. ഇല്ലെങ്കിൽ നിങ്ങൾ ബീറ്റർ വെച്ച് അടിച്ചാലും മതി കേട്ടോ, അല്ലെങ്കിൽ ഫോർക്ക് വെച്ച് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുത്താലും മതി.
ഇതാ അപ്പോൾ ഞാൻ എഗ്ഗ് ബീറ്റ് ചെയ്തത് ഈ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഇവിടെ കുറച്ച് കോൺഫ്ലെക്സ് കൈ വെച്ച് പൊടിച്ചിട്ട് വെച്ചിട്ടുള്ളതാണ് കേട്ടോ. മിക്സിയിൽ പൊടിക്കണം എന്നില്ല, കൈ കൊണ്ട് തന്നെ പൊടിക്കുന്നതായിരിക്കും നല്ലത്. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബ്രെഡ് ക്രംസ് ഉപയോഗിക്കാം, അല്ലെങ്കിൽ ബ്രെഡ് പൊടിച്ചെടുത്തിട്ട് ഉപയോഗിക്കാം. നമ്മൾ വാങ്ങിക്കുന്ന ബ്രെഡ് ക്രംസ് ഉണ്ടല്ലോ, അതല്ലെങ്കിൽ പൊടിച്ച ബ്രെഡിൻ്റെ പൊടി ഉപയോഗിക്കാം. അപ്പോൾ ഞാനിപ്പം കോൺഫ്ലെക്സ് ആണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ആ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ആ സ്നാക്ക് ഉണ്ടല്ലോ, അതൊന്ന് ഇതിലേക്ക് മുക്കി കൊടുക്കാം, എഗ്ഗിൻ്റെ ബാറ്ററിലേക്ക്. എന്നിട്ട് ഇത് നമുക്ക് ഈ കോൺഫ്ലെക്സിലേക്ക് വെച്ച് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഇതൊരു വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ഇങ്ങനെ നമുക്ക് എല്ലാം ഒന്ന് ചെയ്തെടുക്കാം. ഓക്കെ, ഇത് നമുക്കിത് മാറ്റി വയ്ക്കാം. ഇനി അടുത്തത് നമുക്കിതുപോലെ ചെയ്തെടുക്കാം കേട്ടോ. ഇതാ ഞാനപ്പോൾ ഇവിടെ ഒരു കടായി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്, അതിൽ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് മുങ്ങി വറുത്തെടുക്കാൻ വേണ്ടിയിട്ടുള്ള അത്ര എണ്ണ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നമ്മൾ ഈ നേരത്തെ ആക്കി വെച്ചിട്ടുള്ള ഇതിട്ട് കൊടുക്കാം. ഇതാ അപ്പോൾ നമ്മൾ സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല വീർത്ത് വന്നിട്ടുണ്ട്, കണ്ടോ. ഇതാ നമ്മളപ്പോൾ അടുത്ത സ്നാക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്, അതും നന്നായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇതാ കണ്ടോ. ഇതിപ്പോൾ ആയിട്ടുണ്ട്. ഞാനപ്പോൾ ഇതിൽ നിന്ന് എടുക്കുകയാണ് കേട്ടോ. ഞാനപ്പോൾ നമ്മൾ ആ ഫ്രൈ ചെയ്തെടുത്ത സ്നാക്സ് എല്ലാം ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതാ നോക്കൂ, കണ്ട നല്ല വീർത്ത് വന്നിട്ടുണ്ട്, കണ്ടോ. നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈസി അല്ലേ, അത്ര വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. നമ്മളിപ്പോൾ ഇതിൻ്റെ മസാല തയ്യാറാക്കുന്നില്ലെങ്കിൽ ചീസ് മാത്രം ഉപയോഗിച്ചാൽ മതി. ചീസും അതുപോലെ തന്നെ ടൊമാറ്റോ സോസും തന്നെ ഉപയോഗിച്ച് നമുക്കിതുപോലെ ചെയ്യാം. അപ്പോൾ നിങ്ങൾ ഇനിയിപ്പോൾ ചീസ് ഒട്ടും തന്നെ ഇതിൽ ഉപയോഗിച്ചിട്ടല്ല ഫില്ലിംഗ് വെക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ മാവ് കുഴയ്ക്കുന്ന സമയത്ത് അതിൽ ഒരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കണം കേട്ടോ. ചീസ് ചേർക്കുമ്പോഴാണ് ഇതിങ്ങനെ ഇതുപോലെ ഇത്രയും പൊന്തി വരുന്നത്. അപ്പോൾ നിങ്ങളങ്ങനെ ചേർക്കുന്നില്ലെങ്കിൽ അത് ഒരു 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളെ അടിപൊളി സ്നാക്സ്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്കപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു വീഡിയോയുമായി കാണുന്നവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ് സൂസ് കിച്ചൺ.